ഈ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ആളുകൾ ആരാണെന്നറിയോ? അത് നമ്മളാ. ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന ആളാരാണെന്നറിയോ? അതും നമ്മളാ. വിദ്യാഭ്യാസം വളരെയധികം കൂടി വരുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ വളരെ സൗമ്യതയോടുകൂടി പറ്റിക്കാൻ പറ്റുന്ന ഒരു വിഭാഗമായിട്ട് മലയാളികൾ മാറി എന്നുള്ളത് ഒരു വസ്തുതയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്ന ഓൺലൈൻ തട്ടിപ്പ് മുതൽ എല്ലാതരം തട്ടിപ്പിൻ്റെയും ഒരു ഭാഗം ഒന്നുകിൽ ആ തട്ടിപ്പിൻ്റെ നടത്തിയതിൽ ഏതെങ്കിലും ഒരു മലയാളി, അല്ലെങ്കിൽ ആ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തീക്ഷ്ണ ഫലങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വന്ന മറ്റൊരു മലയാളി. അത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് കോണിലും ചതിക്കപ്പെടാൻ വേണ്ടി മാത്രം നിൽക്കുന്ന മലയാളികളുണ്ട് എന്നുള്ളതാണ് വസ്തുത. എത്ര കിട്ടിയാലും പഠിക്കാത്ത മലയാളികൾ. വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആഫ്രിക്കയിലുള്ളവൻ വരെ അവിടെ ഇരുന്നിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ വലിയ വിദ്യാഭ്യാസമുള്ള ഡോക്ടറുടെ അടുത്തും അധ്യാപകരുടെ അടുത്തുനിന്നൊക്കെ 1 കോടിയും 1.5 കോടിയും 2 കോടിയൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കണ്ട കാഴ്ചകളാണ്. പറഞ്ഞു വരുന്നത് ഒരു 100 കോടി രൂപയുടെ ഒരു ചിട്ടി തട്ടിപ്പിനെ കുറിച്ചാണ്. അത് മറ്റെവിടെയല്ല, ബംഗളൂരു, അതും മലയാളികൾ. അപ്പോൾ അതൊന്ന് വായിക്കാം. ബംഗളൂരുവിൽ 100 കോടിയോളം രൂപയുടെ വൻ ചിട്ടി തട്ടിപ്പ് നടത്തി മലയാളി സംഘം മുങ്ങിയതായി പരാതി. മലയാളികൾ ഉൾപ്പെടെ 1000-ലധികം ആളുകളുടെ പണവുമായി ആലപ്പുഴ രാമങ്കരി സ്വദേശികളായ ടോമി ഏവിയും ഷൈനി ടോമിയുമാണ് ഒളിവിൽ പോയത്. ബംഗളൂരു രാമമൂർത്തി നഗറിൽ A&A ചിറ്റ് ഫണ്ട്സ് എന്ന കമ്പനിയുടെ ഉടമകളായ ഇരുവരും 100 കോടിയോളം രൂപയുടെ വൻ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി. 20 വർഷമായി ചിട്ടി നടത്തി വന്നിരുന്ന ഇവർ പ്രധാനമായും ആരാധനാലയങ്ങളും മലയാളി അസോസിയേഷനുകളും കേന്ദ്രീകരിച്ചായിരുന്നു ഇവർ നിക്ഷേപം വാങ്ങിയെടുത്തിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഇവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. താമസിച്ചിരുന്ന ഫ്ലാറ്റ് അടക്കം വിൽപ്പന നടത്തിയാണ് ഇവർ അവിടെ നിന്നും മുങ്ങിയത്. ഇക്കാര്യം കമ്പനിയിലെ ജീവനക്കാർ പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. 9 വർഷമായി രാമമൂർത്തി നഗറിലെ A&A ചിട്ടി ഫണ്ട്സിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരി സതി പറയുന്നത്, ഞങ്ങളിതൊന്നും അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ചിട്ടി സ്ഥാപനം മുങ്ങാൻ പോവുകയാണെന്നോ കടത്തിലാകാൻ പോവുകയാണെന്നുള്ള ഒരു സൂചനകളും അവർ നൽകിയിരുന്നില്ല. ഓഫീസിലേക്ക് വരാതായപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിൽ അന്വേഷിച്ച് പോയപ്പോഴാണ് അറിഞ്ഞത് ആ ഫ്ലാറ്റൊക്കെ വിറ്റിട്ടാണ് അവർ പോയതെന്ന്. കാരണം വിളിച്ച നമ്പറുകളെല്ലാം സ്വിച്ച് ഓഫ് ആണ്. നമുക്ക് ഇതുവരെ അവരെ കോൺടാക്ട് ചെയ്യാൻ ഒരു തരത്തിലുള്ള സാധ്യതയും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. കേസെടുത്ത രാമമൂർത്തി നഗർ പോലീസ് പ്രതികൾ വിദേശത്തേക്ക് കടന്നിരിക്കാനുള്ള സാധ്യതയടക്കം പരിശോധിക്കുകയാണ്. രേഖകളിൽ 1300ഓളം ഇടപാടുള്ളതിൽ തട്ടിപ്പിൻ്റെ വ്യാപ്തിയും ഇനിയും കൂടും. 1300 ആളുകളിൽ നിന്ന് ഇവർ പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 1300 ആളുകളിൽ നിന്ന് ആയിട്ട് ഏകദേശം ഒരു 100 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയിരിക്കുന്നത്. പണം നഷ്ടപ്പെട്ട 100 കണക്കിന് പേരാണ് രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത്. ബംഗളൂരു നഗരത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികളാണ് ഇതിൽ ഭൂരിഭാഗം പേരും. ആരാധനാലയങ്ങൾ വഴിയും റെസിഡൻസ് അസോസിയേഷനുകൾ വഴിയുമാണ് ആലപ്പുഴ രാമങ്കരി സ്വദേശികളായ ടോമിയും ഷൈനിയും ആളുകളെ ചേർത്തിരുന്നത്. 2005 മുതൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണിത്. ബാങ്ക് പലിശയേക്കാൾ കൂടുതൽ പലിശ നൽകിയാണ് ഇവർ നിക്ഷേപകരെ ആകർഷിച്ചിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച വരെ നിക്ഷേപകർക്ക് പലിശ ഇനത്തിൽ നൽകാനുള്ള പണം കൃത്യമായി ഇവർ നൽകിയിരുന്നതിനാൽ ആർക്കും സംശയം തോന്നിയില്ല. പിന്നീടാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ താമസിച്ചിരുന്ന ഫ്ലാറ്റ് പോലും വിറ്റ് ടോമിയും ഭാര്യയും മുങ്ങിയത്. രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIRൽ ബംഗളൂരു സ്വദേശിയായ സാവിയോ PT എന്ന 64-കാരനും കുടുംബാംഗങ്ങൾക്കുമായി 70 കോടി രൂപ നഷ്ടമായെന്നാണ് കാണിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഒരു ആൾക്കും അവരുടെ കുടുംബത്തിനും 70 കോടി രൂപ ഈ ഒരു സ്വകാര്യ ചിട്ടി സ്ഥാപനത്തിൽ യാതൊരു വിധത്തിലുള്ള ഉറപ്പോ സുരക്ഷിതത്വമോ ഇല്ലാത്തൊരു ചിട്ടി സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ടിട്ട് ഒരു കുടുംബത്തിന് 70 കോടി രൂപ നഷ്ടമായിരുന്നു. ഇപ്പം നിങ്ങൾ മനസ്സിലെന്താ ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലായി. ഇതുവരെ 265 പേര് പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്. കമ്പനി രേഖകളിൽ 1300 പേര് ഉണ്ട്. ഇവരിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും എത്ര രൂപകൾ വാങ്ങിച്ചു എന്നതിനെക്കുറിച്ചുള്ള പരാതികൾ വരും ദിവസങ്ങളിൽ വരും എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. ഇരുവരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെന്നും വിദേശത്ത് കടക്കാനുള്ള സാധ്യതകളും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ വിമാനത്താവളങ്ങളും കേന്ദ്രീകരിച്ച് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ രാമമൂർത്തി നഗർ പോലീസ് ചെയ്യുന്നത്. രണ്ടാമതൊരു കാര്യം, അവർ കേരളത്തിലെത്തി കേരളത്തിൽ ആലപ്പുഴയിലെ ഇവരുടെ നാട്ടിലും കാര്യങ്ങളിലും പരിശോധനകൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട് എന്നും അറിയുന്നു. സ്വാഭാവികമായിട്ടും മലയാളികൾക്കൊരു പൊതു സ്വഭാവം, മലയാളികളിൽ നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത് മലയാളികളായിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ടാണ് മലയാളികൾക്കൊരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്. ബാങ്ക് പലിശയേക്കാൾ കൂടുതൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം
കഴിഞ്ഞ 20 വർഷമായിട്ട് മലയാളികൾക്കിടയിൽ റെസിഡൻസ് അസോസിയേഷനുകൾ കേന്ദ്രീകരിച്ചിട്ട്, ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം അവരുടെ വിശ്വാസ്യത കൂട്ടാൻ വേണ്ടി എടുക്കുന്ന ആദ്യത്തെ നടപടിയാണ് ആ ഭാഗത്തെ ആരാധനാലയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. ആരാധനാലയത്തിൽ ചെല്ലുന്നു, അവിടുത്തെ അച്ഛനാണെങ്കിൽ അച്ഛനോട് പറയുന്നു, അച്ഛോ ഞങ്ങളിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ ചെറിയ തോതിൽ തുടങ്ങി വരുന്നേ ഉള്ളൂ, ഒന്ന് പച്ച പിടിക്കണമെങ്കിൽ അച്ഛൻ്റെ സഹായം വേണം, അച്ഛൻ നമ്മുടെ ഇടവകയിലുള്ള ആളുകളോടൊക്കെ ഒന്ന് പറയണം, ഞങ്ങൾ അവർക്ക് ബാങ്കിൽ അവർ FD ഇട്ടാൽ കിട്ടുന്ന പലിശയേക്കാൾ കൂടുതൽ പലിശ ഞങ്ങൾ കൊടുക്കാം, അതുകൊണ്ട് തന്നെ അവരോട് ഒന്ന് ഞങ്ങളോട് സഹകരിക്കാൻ പറയണം, ഞങ്ങൾ പിന്നീട് നമ്മുടെ ബിസിനസ് വർദ്ധിക്കുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് ഷെയർ ചെയ്യാം എന്ന രീതിയിൽ സംസാരിച്ചിട്ടായിരിക്കും അവർ അവിടെയുള്ള ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മലയാളികളെ പിടിച്ചിട്ടുണ്ടാകും. പിന്നെയുള്ളത് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ബംഗളൂരു എന്ന് പറഞ്ഞാൽ തന്നെ മലയാളികൾ ഒരുപാടുള്ള സ്ഥലമാണ്. മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് റെസിഡൻസ് അസോസിയേഷനുകളെ സമീപിക്കുക. അവരോടും ഇത് തന്നെ പറയും. അതിൻ്റെ സെക്രട്ടറി പ്രസിഡന്റിനെ വിളിച്ചിട്ട് നിങ്ങൾ ഒന്ന് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളോടൊന്ന് സഹകരിക്കണം, നിങ്ങൾക്ക് ബാങ്കിലിട്ടാൽ കിട്ടുന്ന പലിശയേക്കാൾ കൂടുതൽ തരാം എന്നുള്ളത് പറയും. കഴിഞ്ഞ വ്യാഴാഴ്ച വരെ കൃത്യമായിട്ട് ഇവർക്ക് എല്ലാവർക്കും ഇവർ പലിശ അയച്ചു കൊടുത്തിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ആർക്കും ഇങ്ങനെ ഒരു ചിട്ടി സ്ഥാപനം ഇത് മുങ്ങാൻ പോകുന്ന കപ്പലാണ് എന്നതിനെക്കുറിച്ച് യാതൊരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല. അവർക്ക് ആർക്കും ഒരു വിവരം കിട്ടിയിരുന്നില്ല. ഇപ്പം നിലവിൽ ഏതോ ഒരാൾ ഇവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞത്. അങ്ങനെ അവർ ഓഫീസിൽ വന്ന് ഇദ്ദേഹത്തെ ഓഫീസ് നമ്പറിൽ നിന്ന് വിളിച്ചപ്പോഴും നമ്പർ സ്വിച്ച് ഓഫ് ആണ്. അവിടെയുള്ള ഓഫീസ് സ്റ്റാഫിനോട് ചോദിക്കുന്നു വേറെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നു വേറെ നമ്പർ ഇല്ല സാറിന്, ഈ നമ്പർ മാത്രമേ ഉള്ളൂ, 2 ദിവസമായിട്ട് സ്വിച്ച് ഓഫ് ആണ്, ഇങ്ങോട്ട് വന്നിട്ടില്ല രണ്ടുപേരും എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിലേക്ക് പോകുന്നു. ഫ്ലാറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ കെയർ ടേക്കർ പറയുകയാണ് ഈ ഫ്ലാറ്റ് അവർ കുറച്ച് ദിവസം മുമ്പേ ഇത് വിൽപ്പന നടത്തി അവരിവിടെ നിന്ന് പോയിട്ട് കുറച്ച് നാളായി എന്ന് പറയുന്നു. അപ്പോൾ ഒരു കോടിക്കണക്കിന് രൂപ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിക്ഷേപിച്ച ഒരു മനുഷ്യൻ്റെ തലയിൽ ഇടുത്തി വീഴാൻ ഇതിൽ പരം വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കാറുണ്ട്. ബാങ്കുകളിൽ പണം നിക്ഷേപിച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് പലിശ കിട്ടും. ബാങ്കിൽ ഒരു സുരക്ഷിതത്വം കൂടുതലാണ്. നമുക്ക് എപ്പോൾ പോയി കഴിഞ്ഞാലും നമ്മൾ നിക്ഷേപിച്ച തുക നമുക്ക് പിൻവലിക്കാൻ സാധിക്കും എന്നതാണ് വസ്തുത. പക്ഷേ ഇതുപോലുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി കൂടുതൽ പലിശ വാഗ്ദാനം നൽകുകയും ആ കൂടുതൽ പലിശ വാഗ്ദാനം നൽകിയതിന് ശേഷം കുറച്ചു കാലം 1-2 വർഷം, ഇവിടെ 20 വർഷത്തോളം അവരെടുത്തു കേട്ടോ ഈ 100 കോടി രൂപ ജനങ്ങളിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് മുങ്ങാൻ വേണ്ടിയിട്ട്. കുറച്ച് വർഷക്കാലം കൃത്യമായിട്ട് പലിശ കൊടുക്കും. ആ കൊടുക്കുന്ന പലിശയ്ക്കും ഇവർ നൽകുന്ന തുകയ്ക്കും അവർക്ക് സുരക്ഷിതത്വമുണ്ട് എന്ന് ഈ പറഞ്ഞ നിക്ഷേപം നടത്തിയ ആളുകളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം സ്വാഭാവികമായിട്ടും ആദ്യം 50,000 രൂപ ഇട്ട ആളാണെങ്കിൽ അയാൾ അടുത്ത തവണ കൊണ്ടിടാൻ പോകുന്നത് 5 ലക്ഷം രൂപയായിരിക്കും. ആ 5 ലക്ഷം രൂപയ്ക്കും ഇവർ കൃത്യമായിട്ട് പലിശയും കൊടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ആ 5 ലക്ഷം രൂപ ഇട്ടവനെ കൊണ്ട് അവസാനം 5 കോടി രൂപ ഇടിക്കും. ആ 5 കോടി രൂപയും കൊണ്ട് ഇവർ മുങ്ങും. ഇതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചിട്ടി തട്ടിപ്പ് അല്ലെങ്കിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ. എല്ലാവരും അല്ല, ചിലതെങ്കിലും നടത്തുന്ന തട്ടിപ്പിൻ്റെ ഒരു രേഖാചിത്രം എന്നതാണ് വസ്തുത. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 100 കോടിയും കൊണ്ട് ആലപ്പുഴ സ്വദേശികളായ ഭാര്യയും ഭർത്താവും മുങ്ങി എന്നതാണ് വിവരം. പണം പോയവർ നെഞ്ചത്ത് അടിയും നിലവിളിയൊക്കെ ആയിട്ട് രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ 70 കോടി പോയ ഒരു കുടുംബവും കൂടിയുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ എല്ലാ സമ്പാദ്യവുമായിരിക്കും ഈ 70 കോടി എന്ന് പറയുന്നത്. അതും കൊണ്ട് മുങ്ങി മലയാളികൾ. എത്ര വിദ്യാഭ്യാസമുണ്ട്, എത്ര പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. തട്ടിപ്പ് മനസ്സിലാക്കാൻ പറ്റില്ല എങ്കിൽ വിദ്യാഭ്യാസത്തിനൊന്നും അവിടെ ഒരു കാര്യമില്ല എന്നാണ് മലയാളികൾ അകപ്പെട്ടു പോകുന്ന ഓരോ ദിവസത്തെ തട്ടിപ്പ് വാർത്തകൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നു.